ഒരാളെ ഫോഴ്സ് ചെയ്യല്ല, നമ്മളൊരാളെ നമ്മളിലേക്ക് ഫോഴ്സ് ചെയ്യിപ്പിക്കല്ല, നമ്മളെ നമ്മൾ മാറ്റാൻ പോകണം ചെയ്യണത്. നമ്മളെ മാറ്റുക, നമ്മുടെ ഉള്ളിനെ മാറ്റുക, നമ്മുടെ ഉള്ളിലെ കുറെ നെഗറ്റീവ് ചിന്താഗതികളെ മാറ്റിയിട്ട് അതിലേക്ക് പോസിറ്റീവായിട്ടുള്ള കുറച്ച് സംഭവം കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, നമ്മളേക്ക് ഒരു വ്യക്തി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഹാപ്പി ആകും എന്നുള്ളത് തെറ്റാണത്. അങ്ങനെയല്ല വേണ്ടത്. ഓൾറെഡി ആ വ്യക്തി ഉണ്ട്, എന്റെ കൂടെ ഉണ്ടെന്ന് പറയുക. കാമുകന്മാരായിരിക്കാം, ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരിക്കാം, പിന്നെ മക്കളായിരിക്കാം, മാതാപിതാക്കളായിരിക്കാം, ബിസിനസ് പാർട്ണർ ആയിരിക്കാം, ബിസിനസിന്റെ ഓണർ ആയിരിക്കാം, ഇൻവെസ്റ്റേഴ്സ് ആയിരിക്കാം, എന്തും ആയിക്കോട്ടെ. നമ്മുടെ ബ്രെയിനിലുള്ള നമ്മുടെ മൈൻഡും നമ്മുടെ മൈൻഡിന്റെ ആ ഒരു തോട്ട്, അതും മറ്റേ തോട്ടും അവരെ തോട്ടും കറക്റ്റ് ആകുമ്പോൾ നമ്മളിലേക്ക് ആ വ്യക്തി വരും. നമുക്ക് ലാസ്റ്റ് വേണമെങ്കിൽ ഒന്ന് മെഡിറ്റേഷൻ ചെയ്യാം. ഫസ്റ്റ് ചെയ്യേണ്ട മെഡിറ്റേഷൻ ലാസ്റ്റ് ചെയ്യാം കേട്ടോ. ഒന്ന് അട്രാക്ട് മെഡിറ്റേഷൻ ചെയ്യാം. ഹൈ ടു ഓൾ, നമസ്കാരം എല്ലാവർക്കും. എൻ്റെ പേര് ജയപ്രകാശ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ അഫർമേഷൻ പറയണം. ഐ ആം റെഡി, ഐ ആം ഹാപ്പി, ഐ ആം ജോയ്, ഐ ആം ഹെൽത്തി, ഐ ആം വെൽത്തി. ഈ അഫർമേഷൻ ഒന്ന് എല്ലാവരും കമന്റിൽ അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ ചാറ്റ് ബോക്സിൽ ഇടാം. കാരണം നമ്മുടെ യൂണിവേഴ്സ് ഒന്ന് കേൾക്കട്ടെ, യൂണിവേഴ്സ്, മദർ യൂണിവേഴ്സ് കേൾക്കട്ടെ നമ്മുടെ സന്തോഷവും, നമ്മൾ ഹെൽത്തിയാണ്, നമ്മൾ ഹാപ്പിയാണ്, നമ്മൾ വെൽത്തി ആണെന്നൊക്കെ ഒന്ന് അറിയട്ടെ. നമ്മൾ റെഡിയാണ്, തയ്യാറാണ്, ഞാൻ ലൈഫിൽ സക്സസ് ആവാൻ ഞാൻ തയ്യാറാണെന്ന് പറയുക. അത് എഴുതി വയ്ക്കുക അവിടെ, ഞാൻ ഇന്നതാണെന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പൊ എല്ലാവരും ഒന്ന് കമന്റ് ഇടാം. യൂട്യൂബിലാണെങ്കിൽ അവിടെ കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യട്ടെ. ഇതൊക്കെ നിങ്ങൾ ആ ഒരു എല്ലാ എനർജിയും പോട്ടെ, യൂണിവേഴ്സിലേക്ക് പോട്ടെ, നമ്മളിലേക്കുള്ള എല്ലാതും നമ്മൾക്ക് തന്നെ കിട്ടും, നമുക്ക് ആവശ്യമുള്ളതൊക്കെ. യൂണിവേഴ്സ് വെയിറ്റിംഗ് ഫോർ യു. ഓക്കെ, എല്ലാവരും ടൈപ്പ് ചെയ്തോളൂ. അപ്പോ എല്ലാവരും ഹാപ്പി വേണ്ട, നമ്മൾ ഹാപ്പി ടൈപ്പ് ചെയ്ത് കാര്യം, നമ്മൾ ഹാപ്പി ഉള്ളിലിരിക്കണം. പിന്നെ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ കൈകളിലേക്ക് ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ മാത്രം ഹാപ്പി ആവും എന്നുള്ളത് തെറ്റായ ധാരണയാണ്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, നമ്മളേക്ക് ഒരു വ്യക്തി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഹാപ്പി ആകും എന്നുള്ളത് തെറ്റാണത്. അങ്ങനെയല്ല വേണ്ടത്. ഓൾറെഡി ആ വ്യക്തി ഉണ്ട്, എന്റെ കൂടെ ഉണ്ടെന്ന് പറയുക. ഓക്കെ, പിന്നെ ഒരു കാര്യം, നമ്മൾ അട്രാക്ട് ചെയ്യുന്ന സംഭവം ഇപ്പോ വ്യക്തിയെ അട്രാക്ട് ചെയ്യാൻ പഠിക്കുന്നത്. ഇപ്പൊ റിലേഷൻഷിപ്പ് ആണ് അട്രാക്ട് ചെയ്യുന്നത്. റിലേഷൻഷിപ്പ് പല റിലേഷൻഷിപ്പ് ആയിരിക്കാം, കാമുകന്മാരായിരിക്കാം, ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരിക്കാം, പിന്നെ മക്കളായിരിക്കാം, മാതാപിതാക്കളായിരിക്കാം, ബിസിനസ് പാർട്ണർ ആയിരിക്കാം, ബിസിനസിന്റെ ഓണർ ആയിരിക്കാം, ഇൻവെസ്റ്റേഴ്സ് ആയിരിക്കാം, എന്തും ആയിക്കോട്ടെ. നമ്മുടെ ബ്രെയിനിലുള്ള നമ്മുടെ മൈൻഡും നമ്മുടെ മൈൻഡിന്റെ ആ ഒരു തോട്ട്, അതും മറ്റേ തോട്ടും അവരെ തോട്ടും കറക്റ്റ് ആകുമ്പോൾ നമ്മളിലേക്ക് ആ വ്യക്തി വരും. ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യം വെച്ചാൽ, ഒന്നാമത്തെ കാര്യം ബുക്ക് എടുക്കുക, എഴുതുക, ഗോൾ എഴുതുക. എന്താണ് ഗോള്? ഒരു വ്യക്തി, നമുക്ക് ആ ഗോളില്ല, വ്യക്തി ഏത് വ്യക്തി വേണമെന്നുള്ളത് ആ ഗോളിൽ കറക്റ്റ് ആയിട്ട് എഴുതുക. ആ വ്യക്തിയുടെ പേര്, ആ വ്യക്തിയുടെ എന്താണ്, ആ വ്യക്തി എങ്ങനെ കെയർ വേണം ഒക്കെ നമ്മളൊന്ന് എഴുതിക്കുന്നു. അത് എഴുതുമ്പോൾ നമുക്കത് കറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ. എല്ലാവരും ആ ഒരു പേരിൽ ഇങ്ങനെ ആ ബുക്കിൽ ഇങ്ങനെ എഴുതുക, എനിക്ക് ഇങ്ങനത്തെ ഒരു ആള് വേണമെന്നുള്ളത്. അതൊന്ന് കറക്റ്റ് ആയിട്ട് അവിടെ വിശദമായിട്ട് എഴുതുക. ഈ ക്ലാസ് എല്ലാവരും ഫുള്ളായിട്ട് കേൾക്കുക. നിങ്ങൾക്ക് കേൾക്കാൻ പറ്റില്ലെങ്കിൽ യൂട്യൂബിൽ ഉണ്ടാവും, അവിടെ തന്നെ കേൾക്കാട്ടെ എല്ലാവർക്കും. പിന്നെ ഒരു കാര്യം പറയുന്നു, ഇത് ഒരാളെ ഫോഴ്സ് ചെയ്യല്ല, നമ്മളൊരാളെ നമ്മളിലേക്ക് ഫോഴ്സ് ചെയ്യിപ്പിക്കല്ല, നമ്മളെ നമ്മൾ മാറ്റാൻ പോകണം ചെയ്യണത്. നമ്മളെ മാറ്റുക, നമ്മുടെ ഉള്ളിനെ മാറ്റുക, നമ്മുടെ ഉള്ളിലെ കുറെ നെഗറ്റീവ് ചിന്താഗതികളെ മാറ്റിയിട്ട് അതിലേക്ക് പോസിറ്റീവായിട്ടുള്ള കുറച്ച് സംഭവം കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ കേൾക്കുന്നുണ്ടല്ലോ? ഒന്ന് കഴിച്ചാൽ മതി. ഓക്കെ. അപ്പൊ നമ്മളുടെ ഫീലിങ്സ്, നമ്മുടെ പറയുന്നതല്ല പോവുക, നമ്മുടെ ഫീലിങ്സ്, ഇമോഷൻ എടുക്കുക. ഫീലിങ്സും ഇമോഷനുമാണ് വ്യക്തി അട്രാക്ട്. നമ്മുടെ ഫീലിങ്സ്, നമുക്ക് എന്ത് ഫീലിങ്സ് കൊടുക്കുന്നുവോ ആ സംഭവം നമുക്ക് വരുള്ളൂ കേട്ടോ. തിരിച്ച് ഇമോഷനും ഫീലിങ്സ് എന്താണെന്നുള്ളത് കറക്റ്റ് ആയിട്ട് ഉള്ളതാണ്. ഇപ്പൊ നമുക്ക് നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് ആൾക്കാർ വരും, പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് വ്യക്തി നമ്മളിലേക്ക് വരും. ഓക്കെ, അപ്പോ എന്താണ് നമ്മളുടെ ആ ഒരു ഗോള്? ഞാൻ എങ്ങനെയാണോ ഫീൽ ചെയ്യുന്നത്, ഇപ്പൊ ഞാൻ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, എന്താ പറയാ, നമുക്കിപ്പോ ഒരു വ്യക്തി വേണ്ടേ. അപ്പോ ഞാൻ എങ്ങനത്തെ ഒരാളെ അട്രാക്ട് ചെയ്യുന്നത്, ആ വ്യക്തി എങ്ങനെ ആയിരിക്കണം, എങ്ങനത്തെ സ്നേഹം വേണം, കെയറിങ് വേണം, ഒന്ന് കറക്റ്റ് ആയിട്ടൊന്ന് എഴുതുക. ആളുടെ എനർജി എങ്ങനെ ആയിരിക്കണം, ആളുടെ ഫീലിങ്സ് എങ്ങനെ ആയിരിക്കണം, ആളുടെ ലവ് എങ്ങനെ ആയിരിക്കണം, കെയറിങ് എങ്ങനെ ആയിരിക്കണം, പ്രൊട്ടക്ഷൻ എങ്ങനെ ആയിരിക്കണം, ഇതൊക്കെ ഒന്ന് വിശദമായിട്ട് എഴുതുക. അപ്പൊ അതേ എനർജി നമ്മളിലേക്ക് കൊടുക്കാൻ പോണിപ്പോ. നമുക്ക് എങ്ങനെ വേണമെന്നുള്ള ആള് എഴുതി വെച്ചു. ഇനി ആ വ്യക്തി നമ്മളിലേക്ക് വേണമെങ്കിൽ നമ്മൾ ആ വ്യക്തി എങ്ങനെ വേണം അതുപോലെ നമ്മളായി മാറാൻ പോണം. നമ്മൾ അങ്ങനെ ആവണം. ഓക്കെ, പിന്നെ പഴയ ട്രോമാസ് മാറ്റണം. എനിക്ക് സ്നേഹം കിട്ടാറില്ല, എനിക്ക് സ്നേഹമില്ല,
എനിക്ക് ആരെങ്കിലും അങ്ങനെ കുറെ ഇതുണ്ടാവല്ലോ, എനിക്ക് സ്നേഹം കിട്ടിയിട്ടില്ല ജനിച്ചപ്പോൾ മുതല്, അതൊട്ടൊക്കെ മാറ്റിക്കോട്ടാ. പിന്നെ അത് നമുക്ക് വേണ്ട. ഇപ്പൊ ഫുള്ളായി നമുക്ക് ക്ലീൻ ചെയ്യാൻ പോകണം മൈൻഡിനെ. ഓക്കെ, അത് എഴുതിയിട്ടുണ്ടാവും ഗോള്. നമ്മൾ ഇനി ഒരു ഫോർമുല പഠിക്കാം, കുറച്ച് ഫോർമുലാസും കുറച്ച് അഫർമേഷൻസ് ഒക്കെ പഠിക്കും. നമുക്ക് ലാസ്റ്റ് വേണമെങ്കിൽ ഒന്ന് മെഡിറ്റേഷൻ ചെയ്യാം. ലാസ്റ്റ് ഫസ്റ്റ് ചെയ്യേണ്ട മെഡിറ്റേഷൻ ലാസ്റ്റ് ചെയ്യാം കേട്ടോ. ഒന്ന് അട്രാക്ട് മെഡിറ്റേഷൻ ചെയ്യാം. ഓക്കെ, അപ്പോ ഫസ്റ്റ് സ്റ്റെപ്പ് ഗോൾ എഴുതി. നമ്മുടെ ഗോൾ എഴുതാം, വിഷൻ നമ്മൾ കറക്റ്റ് കണ്ടു. ആ വ്യക്തി എങ്ങനെ ഇരിക്കണം, അവരുടെ സ്നേഹം, കെയറിങ്, പ്രൊട്ടക്ഷൻ, ഇതൊക്കെ എങ്ങനെയാണെന്ന് കറക്റ്റ് ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് സംഭവം എന്താ ചെയ്യാൻ പോകുന്ന വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് തോട്ട്സ് എഴുതിക്കുക. തോട്ട്സ് എഴുതുക. നിങ്ങൾക്കറിയാലോ, ചിന്തകൾ മാറിയിട്ട് അത് ചിന്തകൾ ചോദിച്ചു. ആസ്ക്, ബിലീഫ്, പിന്നെയാണ് ഇത് പറഞ്ഞ റിസീവ്. ആസ്ക്, ബിലീഫ്, അതിന്റെ കൂടെ ഒരു മാസ്റ്റർ ആക്ഷൻ കൂടി ചെയ്യണം. പിന്നെ റിസീവ് ചെയ്യുക. ആ ഒരു കാര്യം അട്രാക്ട് ചെയ്യണം നമുക്ക്. അപ്പൊ എഴുതിക്കോ നിങ്ങൾ എന്താണ് ഫസ്റ്റ് തോട്ട്സ് തുടങ്ങും. തോട്ട്സിൽ കൂടെ ആസ്ക് ആക്കാം. തോട്ട്സ്, നെക്സ്റ്റ് ആസ്ക് കേട്ടാ. നമ്മുടെ ചോദ്യം അല്ലെങ്കിൽ ആസ്കോ ഡിസയറോ എഴുതണം. ഡിസയർ, തോട്ട്സ്, ഡിസയർ. ഇത് പഠിച്ചിട്ടേ ഈ ഫോർമുല. തോട്ട്സ്, ഡിസയർ, പിന്നെ ഫീലിങ്സ് എഴുതാം. നെക്സ്റ്റ് ആണ് ഫീലിങ്സ്. പിന്നെ അത് കഴിഞ്ഞിട്ട് എനർജി, ഒരു എനർജി കൊടുക്കണം നമുക്ക് അവിടേക്ക്. അപ്പോ തോട്ട്സ് കൊടുത്തു ഫസ്റ്റ്, അതിലൂടെ നമ്മൾ ആഗ്രഹം പറഞ്ഞു, യൂണിവേഴ്സിന് പറഞ്ഞു, പിന്നെ നമ്മൾ ഫീലിങ്സ് കൊടുത്തു, ഉള്ളിലേക്ക് ഫീലിങ്സ്, പിന്നെ എനർജി, നമ്മുടെ എനർജി പോകണം നമുക്ക് അതിനുള്ളിൽ നിന്ന്. പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, അത് ബിലീഫ്, വിശ്വസിക്കുക. നമുക്ക് ആ സംഭവം ലഭിച്ച പോലെ വിശ്വസിക്കുക. ഓക്കെ, അത് കഴിഞ്ഞാൽ റിസീവ് ചെയ്യാം. ഈ എനർജി പറഞ്ഞ മാസ്റ്റർ ആക്ഷൻ. എനർജിയാണ് അവിടുത്തെ ആക്ഷൻ. ആക്ഷനാണ് എനർജി. ഓക്കെ, ചെയ്തു. ഇനി നമുക്ക് ഇതാണ് നമ്മുടെ റിലേഷൻഷിപ്പ് കിട്ടുക. അപ്പോൾ നമുക്ക് റോങ് ആയിട്ടുള്ള തോട്ട്സ് വന്നു കഴിഞ്ഞാൽ റോങ് ആയിട്ടുള്ള വ്യക്തികൾ കിട്ടുള്ളൂ. മനസ്സിലാക്കുക. റോങ് തോട്ട്സ് ആണെങ്കിൽ റോങ് വ്യക്തികൾ കിട്ടും. ഇനി ഇപ്പോ റൈറ്റ് തോട്ട്സ് ആണെങ്കിൽ റൈറ്റ് ആയിട്ടുള്ള വ്യക്തികൾ കിട്ടും നമുക്ക്. റൈറ്റ് ആയിട്ടുള്ള വ്യക്തികൾ. അപ്പൊ റോങ് ആയിട്ട് ചെയ്യരുത്, റൈറ്റ് ചെയ്യാം നമുക്ക്. നെക്സ്റ്റ് സ്റ്റെപ്പാണ് സെൽഫ് ലവ്. സ്നേഹിക്കുക, നമ്മളെ സ്നേഹിക്കുക. ഇപ്പൊ നിങ്ങൾ എഴുതില്ല, ഇപ്പൊ നമ്മൾ എഴുതുക. ഞാൻ ഇപ്പൊ കുറച്ച് പോയിന്റ്സ് പറഞ്ഞു, അതുപോലെ നമ്മൾ ചെയ്യണം. നെക്സ്റ്റ് പറഞ്ഞുതരാം. ഇത് സെൽഫ് ലവ് പറയുക. അപ്പോ ഞാൻ എന്നെ സ്നേഹിക്കുന്നു, എനിക്ക് ഞാൻ ഒരു വില കൊടുക്കുന്നു, അത് പറയുക. എനിക്ക് ഞാൻ ഫസ്റ്റ് വില കൊടുക്കുന്നു, എന്നെ ഞാൻ സ്നേഹിക്കുന്നു, എന്നെ ഞാൻ വില വെക്കുന്നു പറഞ്ഞിട്ട് എഴുതുക അവിടെ. ഓക്കെ, ഞാനൊരു 5 പോയിന്റ്സ് പറഞ്ഞുതരാം. ഈ 5 പോയിന്റ്സ് നിങ്ങൾ ചെയ്യണം ഉറപ്പായിട്ടും. എനിക്ക് റിലേഷൻഷിപ്പിൽ എഴുതിക്കും. ഫസ്റ്റത്തെ ഹെഡിങ് ആണ് എന്റെ റിലേഷൻഷിപ്പിലേക്ക് ഇത് വേണ്ടതാണ് കേട്ടോ. എനിക്ക് വേണം ഈ സംഭവം. ഫസ്റ്റത്തെ പോയിന്റ് ആണ് റെസ്പെക്ട് വേണം. റെസ്പെക്ട് വേണം. അപ്പൊ എന്ത് ചെയ്യണം, നമ്മൾക്ക് നമ്മൾ റെസ്പെക്ട് കൊടുക്കണം. ഞാൻ റെസ്പെക്ട് കൊടുക്കണം, എങ്കിലേ നമുക്ക് കിട്ടുള്ളൂ. എന്നിലേക്ക് നോക്കുമ്പോൾ എനിക്കിത് വേണം. എന്നെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നുണ്ടോ, എന്റെ ഡ്രസ്സിങ്, എന്റെ ആറ്റിറ്റ്യൂഡ്, എന്നെ ഞാൻ സ്നേഹിക്കുന്നുണ്ട്, റെസ്പെക്ട് ചെയ്യുന്നുണ്ടോ, ഫസ്റ്റ് ചെയ്യാം. ഓക്കെ, സെക്കൻഡ് ആണ് സമാധാനം. എന്നെ ഉള്ളിൽ സമാധാനം ഉണ്ടോ നോക്കുക ഫസ്റ്റ് ഓഫ് ഓൾ. സെക്കൻഡ് പോയിന്റ് ആണ് അത്. പിന്നെ എന്നെ ഞാൻ മനസ്സിലാക്കുന്നുണ്ടോ, അണ്ടർസ്റ്റാൻഡിങ്. എന്നെ ഞാൻ മനസ്സിലാക്കുന്നുണ്ടോ, എന്റെ ഉള്ളിനെ ഞാൻ അറിഞ്ഞിട്ട് മനസ്സിലാക്കുന്നുണ്ടോ. ഇതേ സംഭവം നമുക്ക് അവിടെ കൊടുക്കണം. അവർക്ക് നമ്മളിലേക്ക് നോക്കുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുക ഇതൊക്കെ എനിക്ക് ഉണ്ടോ നോക്കണം. ഇതൊക്കെ നമുക്ക് എന്തിനാണ് ഇത് പറഞ്ഞത്, ഈ വ്യക്തിക്ക് കൊടുക്കണം. കേട്ടാ, ആ വ്യക്തിക്ക് നമുക്ക് കൊടുക്കണത്. അപ്പൊ നമ്മളിലേക്ക് നോക്കണം സംഭവം, നമ്മളിലേക്ക് ഉണ്ടോ നോക്കണം. നെക്സ്റ്റ് കെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സംരക്ഷണം. CARE ആണ് കെയർ. ഓക്കെ, അടുത്ത ട്രസ്റ്റ്, വിശ്വാസം. നമ്മളെ കെയർ ചെയ്യുന്നുണ്ടോ, നമ്മളെ സ്നേഹിക്കുന്നുണ്ടോ, നമ്മൾ ഓരോ അവയവത്തെ നമ്മൾ കെയർ ചെയ്യുന്നുണ്ടോ, നമ്മൾ നന്ദി പറയാറുണ്ടോ, നമ്മളുള്ളിലെ എല്ലാ അവയവത്തെയും, കണ്ണ്, മൂക്ക്, ശ്വാസം, എല്ലാ അവയവത്തും നന്ദി പറയാറുണ്ടോ നിങ്ങൾ രാവിലെ എണീക്കുമ്പോൾ, അത് പറയുക. ഓക്കെ, അടുത്ത ട്രസ്റ്റ് എഴുതി. അപ്പോ പോയിന്റ്സ് റെസ്പെക്ട്, പീസ്, അണ്ടർസ്റ്റാൻഡിങ്, കെയറിങ്, ട്രസ്റ്റ്. ഈ സംഭവം നിങ്ങൾ കൊടുക്കുക ഫസ്റ്റ് ഓഫ് ഓൾ. ഓക്കെ, പീസ്, റെസ്പെക്ട്, അണ്ടർസ്റ്റാൻഡിങ്, കെയർ, ട്രസ്റ്റ്. ഈ സംഭവമാണ് നമ്മളിലേക്ക് വരുന്ന വ്യക്തിക്ക് കൊടുക്കേണ്ടത്. ഓക്കെ, പിന്നെ നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് തന്നെ തരാം ഫസ്റ്റ് ഓഫ് ഓൾ. ഇനി നമ്മൾക്ക് വേണ്ടാത്തത്, അടുത്ത പോലെ വേണ്ടാത്തത്. നെക്സ്റ്റ് നമുക്ക് വേണ്ടാത്തതാണ്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ എഴുതുക
ഇൻസൾട്ട് നമ്മൾ ഇൻസൾട്ട് ചെയ്യാൻ പാടില്ല. നമ്മൾ ഒരിക്കലും ബ്ലെയിം ചെയ്യാൻ പാടില്ല, കുറ്റപ്പെടുത്താൻ പാടില്ല, മറ്റൊരുതായിട്ട് കമ്പയർ ചെയ്യാൻ പാടില്ല. അവർക്ക് റിലേഷൻഷിപ്പ് ഉണ്ടാവും നല്ലത്, പക്ഷെ നമ്മൾ കമ്പയർ ചെയ്യരുത്. നമുക്ക് ലഭിക്കും, അവർക്കുള്ള നന്ദി പറയുക, അവർക്ക് നന്ദി പറയുക, അങ്ങനത്തെ ഒക്കെ നന്ദി പറയുക. അതായത് നമ്മൾ അവർ കണ്ട് നമ്മൾ ഒരിക്കലും ബ്ലെയിം ചെയ്യാതെ, കുറ്റപ്പെടുത്താതെ, ഇൻസൾട്ട് ചെയ്യാതെ, കളിയൊക്കെ ചെയ്യാതെ ഒരിക്കലും ചെയ്യരുത്. ഓക്കെ. പിന്നെ കൺട്രോൾ ചെയ്യാം. നമ്മൾ നിയന്ത്രിക്കുക, സെൽഫ് കൺട്രോൾ ചെയ്യാം. സെൽഫ് കൺട്രോൾ. അടുത്താണ് ഉപേക്ഷിക്കേണ്ടത് ഫിയർ പാടില്ല കേട്ടോ, ഭയം പാടില്ല. ഓക്കെ, നമ്മളിലേക്ക് ഒരു ഭയം ഉണ്ടാകാൻ പാടില്ല. പിന്നെ ടോക്സിക് ബിഹേവിയർ ടോക്സിക് ആയിട്ടുള്ള ബിഹേവിയർ നമ്മളോടും പാടില്ല, ആ വ്യക്തിയോടും പാടില്ല. ഞാൻ ഈ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ നമ്മൾ കൊടുക്കേണ്ട, അവർക്ക് കൊടുക്കേണ്ട കേട്ടോ. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നമ്മളിലേക്ക് കൊടുക്കുക, പിന്നെ ഇതേ സംഭവം നമ്മൾ തനിയെ അവർക്ക് കൊടുത്തോളും. ഓക്കെ. അപ്പൊ ഇൻസൾട്ട്, കൺട്രോള്, ഫിയർ, ടോക്സിക് ബിഹേവിയർ. അടുത്തത് ലൈസ് എന്നാണ് പറയണം, ശീലം. ലൈസ് അതും വേണ്ട, അത് ട്രസ്റ്റിന്റെ ഒരു ഇതാണല്ലോ, ഓപ്പോസിറ്റ് ഉള്ളോ. ലൈസും വേണ്ട നമുക്ക്. ഇത് ചെയ്യുക. ഓക്കെ അല്ല. അപ്പൊ ഇതാണ് പോയിന്റ്സ്. നമുക്കിനൊരു 5 മിനിറ്റ് നേരം നമുക്കൊന്ന് മൈൻഡ്ഫുൾ ആയിട്ടൊന്ന് ഇത് ചെയ്യാം, മെഡിറ്റേഷൻ ചെയ്യാം. അതായത് നമുക്ക് ഈ കാര്യം അവസാനിപ്പിക്കാം. അത്രേ ഉള്ളൂ നമ്മുടെ ക്ലാസ് സെറ്റാ. ഓക്കെ. ഞാൻ ഒന്ന് പറഞ്ഞുതരാം. ഫസ്റ്റ് ഓഫ് ഓൾ ഒന്ന് മൊത്തത്തിൽ പറഞ്ഞുതരാം, അത് കണ്ടോട്ടോ എന്താണെന്നുള്ളത്. ഫസ്റ്റ് നമ്മൾ ഗോൾ എഴുതി, നമ്മുടെ ഗോൾ കറക്റ്റ് നമ്മൾ ഗോൾ എഴുതി. വിഷൻ ബോർഡ് വെച്ചാൽ മതി. വിഷൻ ബോർഡ് നമുക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഗോൾ എഴുതി. പിന്നെ നമ്മുടെ ആ ഒരു ഫോർമുല, തോട്ട്സ്, പിന്നെ ഡിസയർ, പിന്നെ ഫീലിങ്സ്, എനർജി, ബിലീഫ്, റിസീവ്. ആ ഒരു നമ്മൾ ഫോർമുല കറക്റ്റ്. അപ്പൊ നമ്മൾ ഇങ്ങനെ പോവാ. തോട്ട്സ് വന്നു, പിന്നെ നമ്മളിലേക്ക് പിന്നെന്താ ഡിസയർ, ആഗ്രഹം പറഞ്ഞു. പിന്നെയാണ് നമ്മുടെ ഫീലിങ്സ്. ആ ഒരു ഉള്ളിൽ നമുക്കൊരു ഇതുണ്ടാവണം, വികാരം ഉണ്ടാവണ്ട, ഫീലിങ്സ് ഉണ്ടാവണം. പിന്നെ നെക്സ്റ്റ് എനർജി, ഒരു ആക്ഷൻ, മാസ്റ്റർ ആക്ഷൻ കൊടുത്തു. പിന്നെയാണ് നെക്സ്റ്റ് ബിലീഫ്, കഴിഞ്ഞ റിസീവ്, കഴിഞ്ഞു. നെക്സ്റ്റ് സെൽഫ് ലവ്, സെൽഫായി നമ്മൾ സ്നേഹിക്കുന്നുണ്ട്. നമ്മൾ വില കൊടുക്കുക, സ്നേഹിക്കുക. നമുക്ക് കൊടുക്കേണ്ട സംഭവങ്ങൾ റെസ്പെക്ട്, പീസ്, അണ്ടർസ്റ്റാൻഡിങ്, കെയറിങ്, ട്രസ്റ്റ്. വേണ്ടാത്തത് ഇൻസൾട്ട്, കൺട്രോള്, ഫിയർ, ടോക്സിക് ബിഹേവിയർ, ലൈസ്. ഓക്കെ. ഇതൊക്കെ ഓക്കെ ആയിട്ടുണ്ടാവും. അങ്ങനെ ഓക്കെ ഇട്ടൊന്ന് കമന്റില്, അല്ലെങ്കിൽ ഒന്ന് തമ്മിലിട്ട് നിങ്ങളൊന്ന് എല്ലാവരും ഉണ്ടോ നോക്കട്ടെ. എല്ലാവരും ഹാപ്പി ആണെങ്കിൽ നിങ്ങളൊന്ന് നോക്കട്ടെ. ഇത് സിമ്പിൾ ക്ലാസ് ആണ്, കുറച്ച് നേരത്തെ ഉള്ളത്. നമുക്ക് കുറച്ച് നേരത്തെ പറഞ്ഞാൽ നിർത്താൻ വെച്ചിരുന്ന. ഓക്കെ. അപ്പൊ ഈ സംഭവം നമ്മളെല്ലാവരും ആക്റ്റീവ് ആക്കണം നമ്മളിലേക്ക് ഇട്ടാ. നമ്മുടെ മൈൻഡ് സെറ്റ് മാറ്റാണ് മൊത്തത്തില്. ഓക്കെ. നമുക്കൊന്ന് ജസ്റ്റ് 5 മിനിറ്റ് നേരം ഒന്ന് കണ്ണടച്ചിട്ട് ചെയ്യാം, മെഡിറ്റേഷൻ ചെയ്യാം. ഓക്കെ. എല്ലാവരും ഓക്കെ, മെഡിറ്റേഷൻ ആയിട്ട് റെഡി അല്ലേ? അപ്പോ ഒന്ന് ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനെ ഇരിക്കുക, ബാക്കിൽ കാണുന്ന ബുദ്ധ ഇരിക്കണില്ലേ, അതുപോലെ ചമ്രം പറഞ്ഞിട്ട് ഇരിക്കുക. ജസ്റ്റ് നമുക്കൊന്ന് വിഷ്വലൈസ് ചെയ്യാം. നമുക്ക് ആ വ്യക്തിയെ ഒന്ന് കാണാം, നമ്മൾ ആരാഗ്രഹിക്കുന്നു ആ വ്യക്തി ഒന്ന് കാണാം. കുറച്ച് നേരത്തേക്ക് ഞാൻ പറയും, നിങ്ങൾ കേൾക്കുക കേട്ടോ, ആ ഒരു മെഡിറ്റേഷൻ. ഓക്കെ. കണ്ണുകൾ അടയ്ക്കുക, ശാന്തമായിട്ടിരിക്കുക, സ്വസ്ഥമായിട്ടിരിക്കുക. ഇപ്പോൾ ഞാൻ എന്നിലേക്കാണ് നോക്കുന്നത്. എന്റെ ഉള്ളിലെ എല്ലാ നന്മകളും ഞാനിപ്പോൾ കാണുകയാണ്. ഇപ്പോൾ നമുക്ക് നമ്മുടെ ലക്ഷ്യം, നമ്മുടെ ഗോള്, ഇന്റൻഷൻ, ആ വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരിക. ആ വ്യക്തിയെ, ആ സ്നേഹമുള്ള, സന്തോഷമുള്ള, എനർജിയുള്ള, കെയറിംഗ് ഉള്ള ആ വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരിക. അത് നിങ്ങളുടെ സോൾമേറ്റ് ആയിരിക്കാം, നിങ്ങളുടെ കാമുകനോ കാമുകിയോ, വൈഫോ ഹസ്ബൻഡോ, മക്കളോ, മാതാപിതാക്കളോ, ബിസിനസ് പാർട്ട്ണറോ, ഇൻവെസ്റ്റേഴ്സോ, കസ്റ്റമേഴ്സോ, ആരും ആയിക്കോട്ടെ, നമ്മൾ അവർ നമ്മളിലേക്ക് അട്രാക്ട് ചെയ്യുകയാണ്. നന്ദി പ്രപഞ്ചമേ, നന്ദി. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, സാവധാനം പുറത്തേക്ക് വിടുക. വീണ്ടും ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, സാവധാനം പുറത്തേക്ക് വിടുക.
വീണ്ടും ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. സാവധാനം തന്നെ അതിനെ പുറത്തേക്ക് വിടുക. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഇപ്പോൾ നമ്മുടെ ശരീരത്തെ നമുക്ക് റിലാക്സ് ആക്കാം. നമ്മുടെ ഓരോ അവയവത്തെയും നമുക്ക് റിലാക്സ് ആക്കാം. റിലാക്സ് ആവുകയാണ്. കാൽ, തുട, അരവട്ടം, വയർ, ഇടുപ്പ്, നെഞ്ച്, തല, തലമുടി, കൈകൾ എല്ലാം ഇപ്പോൾ റിലാക്സ് ആവുകയാണ്. എൻ്റെ ആന്തരിക അവയവങ്ങൾ റിലാക്സ് ആവുകയാണ്. റിലാക്സ് ആവുകയാണ്. ഇപ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് ആ വ്യക്തിയെ കൊണ്ടുവരാം. നിങ്ങൾ ആഗ്രഹിച്ച ആ വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരിക. ഇപ്പോൾ നിങ്ങളൊരു കടൽ തീരത്ത് ഒരു ചെയറിൽ ഇരിക്കുകയാണ്. സന്തോഷത്തോടെ ഇരിക്കുകയാണ്. ഇപ്പോ നമ്മളിലേക്ക് ആ വ്യക്തി നടന്നു വരികയാണ്. നമ്മൾ ദൂരത്ത് നിന്ന് കാണുകയാണ്. ആ വ്യക്തി ഇപ്പോൾ നമ്മുടെ അരികിൽ വന്നിരിക്കുകയാണ്. ആ വ്യക്തിയുടെ ചിരി, സ്നേഹം, കെയറിങ് എല്ലാം നമ്മളിലേക്ക് ആകർഷിക്കുന്നു. ഇപ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു പോസിറ്റീവ് എനർജി കടന്നിരിക്കുകയാണ്. അവരും വളരെ പോസിറ്റീവ് ആയിരിക്കുകയാണ്. നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാം നന്മകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ആ വ്യക്തിയോട് സംസാരിക്കും. ഞാൻ മാറി നിൽക്കാം. നിങ്ങൾക്ക് പറയാനുള്ളതെല്ലാം പറയാം. ആ വ്യക്തിയെ നിങ്ങളോട് പറയുന്നുണ്ടാവും. സ്നേഹത്തോടെ മാത്രം പറയുക. ഒരിക്കലും കുറ്റമായിട്ടോ പരാതിയായിട്ടോ പറയരുത്. സ്നേഹം മാത്രം, സന്തോഷം മാത്രം, റെസ്പെക്ട് മാത്രം, കെയറിങ് മാത്രം, ട്രസ്റ്റ് മാത്രം പറയും. ഓക്കെ, ഇതാണ് ആ ഡിവൈൻ ടൈം, ദൈവിക സമയം. നമ്മളിലേക്ക് ആ വ്യക്തി വന്നിരിക്കുകയാണ്. നമ്മളിപ്പോൾ പൂർണ്ണമായിട്ട് സന്തോഷവാനാണ്. സന്തോഷം കൊണ്ട് നമ്മളിപ്പോൾ തുള്ളിച്ചാടുകയാണ്. നന്ദി പറയുക പ്രപഞ്ചത്തോട്. കാരണം ഇതിനകം തന്നെ ആ ഒരു കാര്യം നടന്നിരിക്കുകയാണ്. നന്ദി പ്രപഞ്ചമേ, നന്ദി, ഒരുപാട് നന്ദി പ്രപഞ്ചമേ, ഒരുപാട് നന്ദി. ഓക്കെ, ഇപ്പോൾ നമുക്ക് അത് യൂണിവേഴ്സിറ്റിക്ക് കൊടുക്കാം. നമ്മൾ ഇതിനെപ്പറ്റി ഇനി ഒരിക്കലും വറി ആവരുത്, ഡൗട്ട് അടിക്കരുത്, ഭയപ്പെടരുത്, നെഗറ്റീവ് ചിന്തിക്കരുത്. നമ്മളെന്നും കാണുക ആ വ്യക്തിയെ. വന്നുകൊണ്ടേയിരിക്കുകയാണ് ആ വ്യക്തി നമ്മളിലേക്ക്. യൂണിവേഴ്സ് നമ്മളിലേക്ക് കൊണ്ടുവരികയാണ്. നമ്മളിലേക്ക് വരും. ആഗ്രഹിച്ച വ്യക്തികൾ എല്ലാം നമ്മളിലേക്ക് വരും. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. നമുക്കിപ്പോൾ ഉണരാം. ഞാനിപ്പോൾ ഉണരുകയാണ്. ഞാനിപ്പോൾ ഉണർന്നു വരികയാണ്. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു സോ മച്ച്. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. സാവധാനം പുറത്തേക്ക് വിടുക. വീണ്ടും ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. സാവധാനം പുറത്തേക്ക് വിടുക. കണ്ണുകൾ തുറക്കുന്നതിന് മുൻപ് നന്ദി പറയുക പ്രപഞ്ചത്തോട്. കാരണം ഇതിനകം നമ്മൾ സന്തോഷവാനാണ്, നന്ദിയുള്ളവനാണ്. നന്ദി പറയുക, ഓരോന്നും നന്ദി പറയുക. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. കൈകൾ തന്നെ കൊടുക്കുമ്പോൾ പുഴകൾ മുഖത്തേക്കുക. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു. കണ്ണോർക്കുക. ഓക്കെ, ഓക്കെ, ഓക്കെ. കണ്ടല്ലോ.
താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പോ നമ്മുടെ ക്ലാസ് കഴിഞ്ഞു. എങ്ങനെ ഉണ്ടായിരുന്നു ഈ മെഡിറ്റേഷൻ? എങ്ങനെ ഉണ്ടായിരുന്നു അനുഭവം? നല്ല ഫീൽ ആയിരുന്നു അല്ലേ? നന്നായിട്ടുണ്ടായിരുന്നു. നമ്മളെ മാർക്കറ്റിംഗ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ മൾട്ടിപ്പിൾ ആളുകൾക്ക് അട്രാക്ട് ചെയ്യുന്നത് നമുക്ക് യൂസ് ചെയ്യേണ്ടത് അല്ലേ? എന്താ മാർക്കറ്റിംഗ് ചെയ്യുകയാണല്ലോ, മാർക്കറ്റിംഗ് ചെയ്യുകയാണെങ്കിൽ സെയിൽസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മൾട്ടിപ്പിൾ ആളുകളെ നമ്മൾ അട്രാക്ട് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പൊ അതിനായിട്ട് കറക്റ്റ് ആളുടെ ഇത് കൊടുക്കണം. ഇപ്പൊ നമ്മൾ ഒരുക്കുകയാണെങ്കിൽ ഒരു കമ്പനി പേയ്മെന്റ് ഹെഡിനാണ് നമുക്ക് ഡീൽ ചെയ്യണമെങ്കിൽ, അപ്പൊ അത് നമുക്ക് കറക്റ്റ് ആളെ അറിയത്തില്ലെങ്കിൽ ആ ഒരു ഇത് വെച്ച് കൺസെപ്റ്റ് ചെയ്താൽ പോരെ? യെസ്, അതന്നെ നമ്മുടെ മൈൻഡ് സെറ്റിനുള്ള എല്ലാവരും കാര്യക്കാരൻ. മൈൻഡ് സെറ്റ് മാറുമ്പോൾ നമ്മൾക്ക് അങ്ങനത്തെ വരും, എല്ലാ വ്യക്തികളും നമ്മൾക്ക് വരും. അതാണ് ആലോചിച്ചപ്പോ കസ്റ്റമേഴ്സ് ആലോചിച്ചല്ലേ? അല്ല, ഞാനിക്കൊരു വേറെ ഡീൽ കിട്ടിയിട്ടുണ്ട്, അതാണ്. അപ്പൊ അങ്ങനെ ചെയ്യാൻ പറഞ്ഞു. അപ്പൊ അതിനകത്ത് ഞാൻ വർക്ക്ഔട്ട് ചെയ്യാൻ എല്ലാം റെക്കോർഡ് ഉണ്ട്. എനിക്ക് ഡൗട്ട്സ് അങ്ങനെ ഉണ്ടോ ഇതില്? നമ്മുടെ ഈ ഒരു സംഭവത്തില് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ അങ്ങനെ തീർക്കാം. അപ്പൊ എല്ലാവരും ചെയ്യുക സംഭവം കേട്ടോ, നല്ല നല്ല സംഭവമാണ് അത്. ഇങ്ങനെ ചെയ്യണം നമ്മൾക്ക് ഫോഴ്സ് ചെയ്യരുത്. ഇനി നമ്മൾ ആരും ചേസ് ചെയ്യാൻ പാടില്ല. ആ വ്യക്തിയെ കോൾ ചെയ്യരുത്, ആ വ്യക്തിയെ നമ്മൾ ചേസ് ചെയ്യരുത്, ഒന്നും ചെയ്യണ്ട. നിങ്ങള് ചിന്തിക്കുന്നതിനപ്പുറം ആ വ്യക്തികളിലേക്ക് വരും. ഇപ്പോ നിങ്ങൾ ഒരിക്കലും പോയിട്ട് കോൾ ചെയ്യേ മെസ്സേജ് അയക്കുകയും ഒന്നും ചെയ്യണ്ട. നിങ്ങളെ ട്രസ്റ്റ് ഉണ്ടായിരിക്കുക, അത് നിങ്ങൾക്ക് കിട്ടിക്കോളാം സംഭവം എന്തായാലും. ഓക്കെ, അപ്പൊ നമുക്ക് എന്നാലും ഈ സംഭവം റെക്കോർഡ് ഓഫ് ആക്കാം. നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ റെക്കോർഡ് ഓഫ് ആക്കാം. ഡൗട്ട്സ് ഉണ്ടോ? ഓക്കെ, അപ്പൊ റെക്കോർഡ് ഓഫ് ആക്കാം. ഓക്കെ, അപ്പോ താങ്ക് യു എല്ലാവർക്കും. യൂട്യൂബിലൊക്കെ കമന്റ് ഒക്കെ ഇടാം, കമന്റ് ഇടാം, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ അതിന് പറയാറില്ല ഇങ്ങനൊന്നും. അപ്പോ ഓക്കെ, താങ്ക് യു സോ മച്ച്.